മൈഗ്രെയിനിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, കോംപ്ലിക്കേഷൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചികിത്സയിൽ പ്രധാനമായും കൺസിഡർ ചെയ്യുന്നത്. വെയിൽ കൊള്ളുക, ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, വെള്ളം കുടിക്കാതിരിക്കുക, യാത്ര, മെൻസസ് എന്നിങ്ങനെ കോമൺ ആയ പല കാര്യങ്ങളും മൈഗ്രെയിനിന് കാരണമാകാറുണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ പല ആളുകളും രേഖപ്പെടുത്തുന്നതായി കാണാറുണ്ട്. തലവേദനയിൽ ഉപരിയായി അതിനോടൊപ്പം വരുന്ന മറ്റു ലക്ഷണങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും പറയുന്നവരുമുണ്ട്. ഇങ്ങനെ കാരണങ്ങളും ലക്ഷണങ്ങളും ഓരോ ആളുകളിലും വ്യത്യസ്തമായിരിക്കും. ഒരു കോംപ്ലക്സ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ പലരിലും ഓരോ രീതിയിലാണ് പ്രകടമാകുന്നത്. മൈഗ്രെയിൻ തലവേദനകൾ എന്ന് കൺസിഡർ ചെയ്യുന്നതിലും ഉപരിയായി ഓരോ വ്യക്തിയെയും അടിസ്ഥാനമാക്കിയുള്ള ചികിത്സയാണ് കൂടുതൽ ഫലപ്രദമാകുന്നതെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഹോമിയോപ്പതിയിൽ നിങ്ങളുടെ മൈഗ്രെയിൻ തലവേദനകളോടൊപ്പം മറ്റ് ലക്ഷണങ്ങളും വിലയിരുത്തി ഇൻഡിവിജ്വലിസ്റ്റിക് ആയ നിങ്ങൾക്ക് അനുസരിച്ചുള്ള മെഡിസിൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. വേദന സംഹാരികൾ കഴിച്ച് തലവേദനയ്ക്ക് താൽക്കാലികമായി ഒരാശ്വാസം കണ്ടെത്തുന്നതിന് പകരം നിങ്ങൾക്ക് അനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കുന്നത് മൈഗ്രെയിനിന് ശാശ്വതമായ പരിഹാരം ലഭിക്കാൻ സഹായിക്കും. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.